മൈക്രോസോഫ്റ്റ് എക്സലിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സും ക്വാണ്ടിറ്റിയും നമുക്ക് ഫെച്ച് ചെയ്യുന്ന രീതിയിൽ വരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു പ്രൊഡക്റ്റ് ഷീറ്റാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാനിവിടെ പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യാണ്. എന്നിട്ട് അതിൽ പ്രൊഡക്റ്റ് എന്ന നെയിം കൊടുക്കുകയാണ്. എന്നിട്ടിവിടെ പ്രൊഡക്റ്റ് നെയിം, പ്രൈസ്, GST എന്ന 3 കോളം കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽസും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ആരാ കമ്പ്യൂട്ടർ HP കമ്പ്യൂട്ടറാണ്. അതിൻ്റെ പ്രൈസ് 35,000 GST 18%. അതുപോലെ കുറച്ച് കമ്പ്യൂട്ടർ പ്രൊഡക്ട്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എൻട്രി ഷീറ്റിൽ അത് ഫെച്ച് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ ഇൻവോയ്സിൽ ഈ പ്രൈസ് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വരുന്ന രീതിയിൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അടുത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് നെയിംസ് നമ്മൾ എൻട്രി ടാബിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക് വരണമെന്ന് നോക്കാം. അതായത് നമുക്ക് സെയിം പേര് വന്നാലേ നമുക്ക് അതിനനുസരിച്ചുള്ള GST എമൗണ്ടും കറക്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ഐറ്റം 1ഉം ഐറ്റം 2ഉം ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു കോളത്തിൽ, അതായത് നമുക്ക് ഐറ്റം 1 എന്നുള്ള ആ ഒരു കോളത്തിൽ ഇത് നമ്മൾ സെലക്ഷൻ ഒഴിവാക്കുക. എന്നിട്ട് ഡാറ്റ ടാബിൽ ഇവിടെ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എനി വാല്യൂ മാറ്റിയിട്ട് ലിസ്റ്റ് കൊടുക്കുക. സോഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ അടിക്കുക. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ വന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ അടിക്കുകയാണ് കമ്പ്യൂട്ടർ. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് അടിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ HP ഏസർ ഉണ്ട്. ഞാനിവിടെ കമ്പ്യൂട്ടർ HP 2 ക്വാണ്ടിറ്റി എന്ന് കൊടുത്തു. അതുപോലെ എല്ലാ ഐറ്റംസും വരുന്നിടത്ത് നമ്മൾ ഈ ലിസ്റ്റ് ഡാറ്റ വാലിഡേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എല്ലാ ഐറ്റംസും വരുന്ന ഭാഗത്ത് ഇത് പേസ്റ്റ് ചെയ്താലും മതി. നമുക്കപ്പോൾ ഡാറ്റ വാലിഡേഷൻ ഓട്ടോമാറ്റിക് ഇവിടെ വന്നോളും. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഐറ്റം ഉള്ള ഭാഗത്തും നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ മെനു വന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കിവിടെ ഡാറ്റ അടിക്കുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടർ നിന്ന് അടിച്ചു, അത് HP ആണോ ഏസർ ആണോ സെലക്ട് ചെയ്യാം. അതുപോലെ മൗസ് നിന്ന് അടിച്ചു, അതും അതുപോലെ ഡെല്ലാണോ HP ആണോ എന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എളുപ്പത്തിൽ അടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള പ്രൈസും GST എമൗണ്ടും നമുക്ക് ഇൻവോയ്സ് ടാബിലേക്ക് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇൻവോയ്സ് നമ്പർ 1 സെലക്ട് ചെയ്യുക. അതിലാണ് ഡാറ്റ ഉള്ളത്. എന്നിട്ട് ഇവിടെ പ്രൈസ് എന്നുള്ളത് ഈ കമ്പ്യൂട്ടർ ഏസറിൻ്റെ പ്രൈസ് എത്രയാണോ അത് ഇവിടെ വരണം. ഇവിടെ 35,000. എന്നിട്ട് ഇവിടെ നമുക്ക് VLOOKUP എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിന് മുന്നേ നമുക്ക് if error ഫംഗ്ഷനും കൂടി ഉപയോഗിക്കാം. കാരണം എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ if error അടിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, വാല്യൂ എന്നുള്ളിടത്ത് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താണ് VLOOKUP ചെയ്യേണ്ടത്? കമ്പ്യൂട്ടർ ഏസർ എന്നുള്ളതാണ് VLOOKUP ചെയ്യേണ്ടത്. കോമ അടിക്കുക. ഏതാ ടേബിളിൽ നിന്ന് എടുക്കേണ്ടത്? നമുക്ക് പ്രൊഡക്റ്റ് ടേബിളാണ് വേണ്ടത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, കോമ പ്രസ് ചെയ്തു. പ്രൈസ് ഉള്ളത് രണ്ടാമത്തെ കോളം ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ കോളം ഇൻഡെക്സ് ഇവിടെ 2 എന്ന് കൊടുത്തു, കോമ കൊടുത്തു. എക്സാക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫോൾസ് അടിച്ചു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. ഫോർമുല മിസ്സിംഗ് ആണ്. അപ്പം അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ if error ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസും കൂടി കൊടുക്കണം. അപ്പോൾ കോമ അടിച്ചിട്ട് if error, അതായത് വാല്യൂ എറർ ആണെങ്കിൽ നമുക്ക് ബ്ലാങ്ക് വരണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് 33,000 എന്നുള്ള എമൗണ്ട് വന്നു. കാരണം കമ്പ്യൂട്ടർ ഏസർ ഇവിടെ 33,000 ആണ്. ഇനി ഇതിൻ്റെ എമൗണ്ട് ആണ്. ഇപ്പോൾ പ്രൈസ് ഇതാണെങ്കിൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് എമൗണ്ട്. അപ്പോൾ ഇസിക്കൽ ടു ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. അതുപോലെ GST പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഫോർമുല കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ 3ാമത്തെ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പ്രൊഡക്റ്റ് ഷീറ്റിൽ 3ാമത്തെ കോളം വരുന്നത് നമുക്ക് GST ആയിരുന്നു. അത് 3 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ 18 എന്ന് കിട്ടി. ഇനി GST എമൗണ്ട് എത്രയാണെന്നുള്ളത്, അതായത് ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ 18% GST എമൗണ്ട്. അപ്പോൾ ഇസിക്കൽ ടു ടോട്ടൽ എമൗണ്ട് ഇൻറ്റു 18/100 അതാണ് നമുക്ക് GST എമൗണ്ട് വരുന്നത്. അപ്പം ഈ ഒരു എമൗണ്ടും, അതായത് ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രൈസും ആ GST എമൗണ്ടും കൂടി കൂട്ടിയത് ടോട്ടൽ എമൗണ്ടിലും വരും. അതായത് ഇസിക്കൽ ടു എമൗണ്ട് പ്ലസ് GST എമൗണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ താഴെ ഇതുവരെ അത് പേസ്റ്റ് ചെയ്യാം. ഇവിടെയൊക്കെ വാല്യൂ എറർ വന്നു. അപ്പോൾ നമുക്ക് അവിടെയും if error എന്ന ഫോർമുല ഉപയോഗിക്കാം. if error ഇതുപോലെ നമ്മൾ എല്ലാ കോളത്തിലേക്കും എല്ലാ സെല്ലിലേക്കും ആ ഫോർമുല പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിലൂടെ നമുക്ക് ക്വാണ്ടിറ്റി 5 വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഐറ്റം ഇല്ലാണ്ട് ക്വാണ്ടിറ്റി അടിച്ചതുകൊണ്ടാണ് ക്വാണ്ടിറ്റി 5 വന്നത്. നമ്മൾ ഒഴിവാക്കിയാൽ ഇവിടെ ആ ഡീറ്റെയിൽസ് ഒഴിവാകുന്നതാണ്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കാണാം.
ഇവിടെ ഗ്രോസ് ടോട്ടലാണ്. ഗ്രോസ് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കൽ ടു സം ഓഫ് ഈ ഒരു എമൗണ്ടാണ് ഗ്രോസ് ടോട്ടൽ വരിക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതുപോലെ ജി എസ് ടിൻ്റെ ടോട്ടൽ സം ഓഫ് ഈ ഒരു എമൗണ്ടാണ് ജി എസ് ടിൻ്റെ ടോട്ടൽ വരിക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതുപോലെ നെറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ സമ്മ് ഇതാണ് നെറ്റ് എമൗണ്ട് വരിക. നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് കിട്ടി. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ രണ്ടാമത്തെ ഡീറ്റെയിൽസിൽ ഇവിടെ ഒരു മൗസ് എച്ച് പിയുടെ ഒരു 10 എണ്ണം വാങ്ങി, കീബോർഡ് സെബ്രോണിക്സ് അതൊരു 15 എണ്ണം വാങ്ങി, കമ്പ്യൂട്ടർ 2 എണ്ണം വാങ്ങി. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഞാൻ അടുത്ത ഇൻവോയ്സിൽ കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ ഇൻവോയ്സ് നോക്കിയിട്ട് ഇവിടെ രണ്ടാമത്തെ ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് ഒന്നായിട്ട് കാണാം. മൗസ് 10 എണ്ണം 470 റേറ്റ്, അതായത് എച്ച് പിൻ്റെ മൗസാണ്. 470 റേറ്റ്, 18% ജി എസ് ടി. അപ്പം 470 × 10 4700, ജി എസ് ടി 18%, അതായത് 846 വരും. അതിൻ്റെ കൂടെ ടോട്ടൽ ചെയ്തത് 5546. പിന്നെ ഇത് മൊത്തം ടോട്ടൽ ചെയ്ത എമൗണ്ട് ഗ്രോസ് എമൗണ്ട് വന്നു. അതുപോലെ ജി എസ് ടി എമൗണ്ട് ടോട്ടൽ ചെയ്ത എമൗണ്ട് ഇവിടെ വന്നു, നെറ്റ് എമൗണ്ട് ഇവിടെ വന്നു. അടുത്ത് നമുക്ക് വേണ്ടത് നെറ്റ് എമൗണ്ട് പേയബിൾ ആണ്. അത് നമുക്ക് അക്ഷരത്തിലാണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു മാക്രോ യൂസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ മാക്രോ കോഡ് വരുന്നത്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് Alt F11 അടിക്കുക. എന്നിട്ട് ഇൻസേർട്ടിൽ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ മാക്രോ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. സേവ് ചെയ്യുക. കൺട്രോൾ S ഉപയോഗിച്ചിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്കിത് ഒരു മാക്രോ ഇനേബിൾഡ് വർക്ക് ബുക്കായിട്ട് സേവ് ചെയ്യണം. അതിനിവിടെ സേവ് ആസ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിതൊരു മാക്രോ ഇനേബിൾഡ് എക്സൽ ഫയലായിട്ട് സേവ് ആവുന്നതാണ്. എന്നിട്ട് ഇവിടെ നെറ്റ് പേയബിൾ എമൗണ്ട്, അതായത് നമുക്ക് ആ ഒരു നെറ്റ് പേയബിൾ എമൗണ്ട് അവിടെ തന്നെ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ അടിക്കുക. ഈക്വൽ ടു ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ നെറ്റ് എമൗണ്ട് പേയബിൾ കോളൻ അടിക്കുക. എന്നിട്ട് ആൻഡ് അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ കൺവേർട്ട് കറൻസി ടു ഇംഗ്ലീഷ് അത് ക്ലിക്ക് ചെയ്യുക. കൺവേർട്ട് കറൻസി ടു ഇംഗ്ലീഷാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഏത് നമ്പറിനെയാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നെറ്റ് എമൗണ്ടിനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ നെറ്റ് പേയബിൾ എമൗണ്ട് ₹93,456 എന്ന് ഓട്ടോമാറ്റിക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതൊന്ന് ബോൾഡാക്കി വെക്കാം. ഈ ഒരു കോളംസ് നമുക്ക് ബോൾഡാക്കി വെക്കാം. നെറ്റ് എമൗണ്ട് ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടാം. അപ്പോൾ ഇത്രയുള്ള ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഒരു പ്രൊഡക്റ്റ് ഷീറ്റ് ആഡ് ചെയ്തു, ഒരു എൻട്രി ഷീറ്റ് കൊടുത്തു, ഒരു ഇൻവോയ്സ് ടാബ് കൊടുത്തു. ഇനി ഞാനിവിടെ ഒരു ഡാറ്റ കൊടുക്കുകയാണ്. 2/3/2025 മിസ്സസ് PQR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഞാൻ കൊടുത്തു. GST നമ്പർ കൊടുത്തു 04. അവർ വാങ്ങുന്നത് കമ്പ്യൂട്ടർ HP 5 എണ്ണം, കമ്പ്യൂട്ടർ ഏസർ 5 എണ്ണം, കീബോർഡ് സെബ്രോണിക്സ് 3 എണ്ണം, മോണിറ്റർ 3 എണ്ണം, അതുപോലെ ലാപ്ടോപ്പ് HP 4 എണ്ണം. ഇത്രയും എണ്ണം കൊടുത്തു. ഇനി ഞാനിവിടെ ജസ്റ്റ് ഇൻവോയ്സ് എടുത്തിട്ട് 3 എന്ന നമ്പർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ HPൻ്റെ കമ്പ്യൂട്ടർ 5 എണ്ണം 35,000 വെച്ചിട്ട് ഇത്ര എമൗണ്ട് വരും, GST%. അങ്ങനെ ഓരോന്നും കറക്റ്റ് വന്നു. ഗ്രോസ് എമൗണ്ട് വന്നു, നെറ്റ് എമൗണ്ട് വന്നു, അതിൽ നെറ്റ് പേയബിൾ എമൗണ്ടും വന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു ബില്ലിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.